ദുബായിൽ 2026 വർഷം ആദ്യ 6 മാസത്തിനിടെ 94 ലക്ഷത്തിലധികം യാത്രക്കാർ സ്മാർട്ട് ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി. എഐയും ബയോമെട്രിക് സാങ്കേതികവിദ്യയും വഴി 3.4 സെക്കൻഡിലാണ് നടപടികൾ പൂർത്തിയാക്കുന്നത്. നേരത്തെ ഒരാൾക്ക് 12.5 സെക്കൻഡിലധികം സമയം വേണ്ടി വന്നിരുന്നു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. സ്മാർട്ട് യാത്രയ്ക്ക് സ്മാർട്ട് സംവിധാനമാണ് ദുബായ് ഒരുക്കുന്നത്. ദുബായിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 94 ലക്ഷത്തിലധികം യാത്രക്കാർ സ്മാർട്ട് ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി. എഐയും ബയോമെട്രിക് സാങ്കേതികവിദ്യയും യാത്രാ നടപടികൾ കൂടുതൽ ലളിതമാക്കി. 90,24,736 പേർ സ്മാർട്ട് ഗേറ്റുകളുടെയും 4,39,321 പേർ ട്രാവൽ വിത്തൌട്ട് ബോർഡേഴ്സ് എന്ന റെഡ് കാർപ്പറ്റ് സംവിധാനം വഴിയും നടപടികൾ പൂർത്തീകരിച്ചു. യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നടപടിക്രമങ്ങളുടെ വേഗതയും സുരക്ഷയും ഒരുപോലെ ഉറപ്പാക്കാനും കഴിയുന്നു. യാത്രക്കാർ രേഖകൾ കൈമാറുകയോ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരുമായി നേരിട്ട് ഇടപഴകുകയോ ചെയ്യാതെ പ്രത്യേക പാതയിലൂടെ കടന്നുപോകുന്ന സംവിധാനമാണ് റെഡ് കാർപ്പറ്റ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ബയോമെട്രിക് മുഖം തിരിച്ചറിയൽ സാങ്കേതികവിദ്യയും സംയോജിപ്പിച്ചാണിത്. ഇമിഗ്രേഷൻ നടപടികൾക്കെടുക്കുന്ന ശരാശരി സമയം 12.5 സെക്കൻഡിൽ നിന്ന് ഇനി 3.4 സെക്കൻഡായി ഇത് കുറച്ചു. ഇതിലൂടെ 60% സമയലാഭം കൈവരിച്ചു. ഒരേ സമയം 10 യാത്രക്കാരെ വരെ പ്രോസസ് ചെയ്യാൻ കഴിയുന്ന ഈ സംവിധാനം പൂർണ്ണമായും പേപ്പർ രഹിതവും സ്പർശനരഹിതവുമാണ്. രേഖകൾ ആർക്കും കൈമാറേണ്ടതില്ല. കൗണ്ടറുകളിൽ കാത്തുനിൽപ്പും ആവശ്യമില്ല. ഉദ്യോഗസ്ഥരുമായി നേരിട്ട് സമ്പർക്കം പുലർത്താതെ ഇമിഗ്രേഷൻ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കുന്നു. ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East this week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.